ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് നമ്മളൊരു ഓണം ഫ്രോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത ഒരു ഹൈ നെക്ക് കോളർ കൊടുത്തിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഇത് 4 മുതൽ 5 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ ലൈനിങ് പീസസ് മടക്കിയിട്ടിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു അരയിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഓപ്പൺ പീസാണ് ബാക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് ആസ് യൂഷ്വൽ ഫോൾഡഡ് പീസാണ് വെച്ചിട്ടുള്ളത്. ഇനി ബോഡീസിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മുകളിലും താഴെയുള്ള സീം അലവൻസും. ഇനി ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തിൽ നിന്ന് മാത്രം നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആം ഹോളും 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തതിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചേർത്തി വരയ്ക്കാം. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക. ആ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഈസിന് അല്ലെങ്കിൽ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യണം. അതിന് ശേഷം 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 21 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം പറഞ്ഞാൽ 5.25 വരും. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാൻ 5.25 മാർക്ക് ചെയ്യുന്നത്. പ്ലസ് ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസിനായിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് റൗണ്ടും സെയിം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഡെപ്തായിട്ട് 1 ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. അത് രണ്ടും സെയിം തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു ബെൻഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. നമ്മുടെ സീം അലവൻസ് ഒക്കെ പോകുമ്പോൾ വളരെ ചെറിയൊരു ബെൻഡേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും നമ്മുടെ ചെസ്റ്റ് പോർഷൻ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു കർവി ഷേപ്പിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു കർവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ ബോട്ടം പോർഷനിലും ഇതുപോലെ ചെറിയൊരു 1/2 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ടൊന്ന് വരച്ചു കൊടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ എവിടെയൊക്കെയാണോ സീം അലവൻസ് വേണ്ടത് അവിടെ നമുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ സാരിക്കൊക്കെ ഒപ്പം കിട്ടുന്ന എന്താ പറയുക, റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ നമ്മുടെ സെറ്റ് സാരിയുടെ കൂടെ, അതൊന്ന് മുറിച്ചെടുത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ 17 ഇഞ്ചാണ്. 16.5 വേണ്ടത്. മുകളിലത്തെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് നമ്മളുടെ ബോഡി സ്പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ചേർത്തിട്ട് നമ്മൾ 17 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നു. താഴെ എനിക്കിവിടെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, കരഭാഗം ആയതുകൊണ്ട്. നിങ്ങൾക്ക് മടക്കി അടിക്കേണ്ടതാണെങ്കിൽ താഴെ 1 ഇഞ്ചും കൂടി നിങ്ങൾ സീം അലവൻസ് ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഒരു 4 മടക്കിയിടുമ്പോൾ എനിക്ക് വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ച്. അപ്പോൾ 40 ഇഞ്ചോളം എനിക്ക് 2 സൈഡിലേക്കും കൂടി കിട്ടും. വിഡ്ത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ വേസ്റ്റ് റൗണ്ടിന് 3 ഇരട്ടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിറയെ ഫ്ലീറ്റ്സ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സാരിയുടെ ബാക്കി ഭാഗം കൊണ്ടാണ്. ലൈനിങ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ലെങ്ത്ത് ഞാൻ അതിനേക്കാട്ടിലും കുറച്ചൊരു 15 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തു. ലൈനിങ് ഞാൻ എടുത്തത് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈനിങ് ആണ്. അത് മാത്രമല്ല ഞാൻ കുറച്ച് പ്ലീറ്റ്സ് അധികം ഇടുമ്പോൾ കുറച്ച് പഫി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ കുറച്ച് അധികം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനിടെ ഇതുപോലെ ആം ഹോളും അതുപോലെ നെക്കിൻ്റെ അവിടെ വിട്ടിട്ട് ബാക്കി മറ്റേ ആം ഹോളും കൂടി നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡും കൂടി ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൈഡും ആം ഹോളും പിന്നെ നെക്സ്റ്റ് ആം ഹോളും സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൻഡായിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ നോച്ചസ് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കാം. ബാക്ക് പീസ് ചെയ്തെടുക്കുമ്പോൾ തിരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 2 പീസും ഇങ്ങനെ കറക്റ്റായി വെച്ച ശേഷം നിങ്ങൾ നെക്കും ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കാം. ഇനി ഒന്ന് അയൺ ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് ജോയിൻ ചെയ്ത് പകുതി ആയപ്പോഴാണ് ഓർത്തതിന് ഒരു വള്ളി വെക്കണമല്ലോ നമുക്ക് ബാക്കിലേക്ക് കെട്ടി കൊടുക്കാൻ. അപ്പോൾ അതും കൂടി ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഫിനിഷ് ചെയ്തെടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ പകുതി വരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കോണോട് കോൺ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 2 പീസ് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ആ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഞാൻ പകുതി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നീട് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഹുക്കും ഐയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുള്ള പീസസ് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്യുന്നതൊക്കെ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഐ പീസാണ്. ഐ പീസ് ഞാൻ എപ്പോഴും നല്ല തുണിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് ബാക്കിലേക്ക് കാണുമല്ലോ, അതുകൊണ്ട് മാത്രം. ഇനി നമ്മളിതുപോലെ മടക്കി വെച്ച ശേഷം ഞാനിവിടെ
ഐ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഐ പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിടുന്നുണ്ട്, കാരണം നമുക്ക് അവിടെ കോളർ അറ്റാച്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അതിന് ശേഷം നമ്മളൊരു വി ഷേപ്പ് കൊടുത്ത ശേഷം ഇതേപോലെ താഴത്തേക്കും ഇങ്ങനെ വി ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഹുക്കും ഐയും വേണ്ടത് അവിടെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വി ഷേപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കോളർ ആയതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഐ തുന്നി കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് കോളറിന് വേണ്ട പീസ് ഒന്ന് മുറിച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ നമ്മുടെ നീളം വന്നിട്ട് 2.5 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ 14 ഇഞ്ച് നീളത്തിലുള്ള 2 പീസസ്, ഒരു ലൈനിങ്ങും ഒരു നല്ല പീസും എടുത്തിട്ട് ഇതുപോലെ ഞാൻ 3 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി, മീൻസ് റെക്കോർഡിങ് വർക്ക് ചെയ്തിരുന്നില്ല, ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ ഇതുപോലെ എടുത്ത ശേഷം നമ്മളിത് നല്ല സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ പോയിൻ്റൊക്കെ കറക്റ്റ് ആക്കുക, എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ നിങ്ങൾ ഒന്നുകിൽ കുഞ്ഞിൻ്റെ കഴുത്തിന് ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്യുക, ഒരുപാട് ടൈറ്റായിട്ടല്ല, ഒരു അല്പം ലൂസിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ലെങ്ത്ത് കിട്ടും. ഇനി നമുക്ക് ഇത് നമ്മളുടെ ബോഡി പാർട്ടിലേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ നെക്കിൻ്റെയും അതുപോലെ ഈ കോളർ പീസിൻ്റെയും സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ. കാരണം ഇതിൽ ഷോൾഡർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. ആകെ ഈ ഒരു ഫ്രോക്കിൽ ഇവിടെ മാത്രമാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഭാഗം. ഇനി ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതായത് ബാക്ക് പീസിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് പീസിലേക്ക് അങ്ങനെ. അപ്പോൾ എല്ലാം പിൻ കുത്തി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് ഇതുപോലെ ബാക്ക് പീസിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെല്ലായിടും പിന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത്ര പ്രശ്നമില്ല. ചെറിയൊരു ഗ്യാപ്പ് സെൻറ്ററിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കറക്റ്റായി നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ എഡ്ജിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് നമ്മുടെ കോളർ കിട്ടും. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ബോട്ടം പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അത് എല്ലാ ഫ്രോക്കിലും പറയുന്ന പോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ ബോഡി പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ സ്കേർട്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് വയ്ക്കുക, സെൻറ്റർ മാർക്ക് ചെയ്യുക, ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. അതേപോലെ തന്നെ ഇത് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താഴെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തിൻ്റെ മേലെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം. ഇതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രോക്കിൻ്റെ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക വേണ്ടുള്ളൂ. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും എനിക്ക് താഴെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ലൈനിങ് ക്ലോത്തും മടക്കി അടിക്കേണ്ട, അതേപോലെ മെയിൻ ക്ലോത്തും മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചെറിയൊരു ഹാൻഡ് വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മാക്സിമം ഒന്ന് നിങ്ങളുടെ എന്ത് കമൻസ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക.